ഹായ്, ഞാൻ ചോംസി ബാബു. JP ക്രിയേഷൻ കേസിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കർഷകർക്കും വേണ്ടിയുള്ളതാണ്. കർഷകരായിട്ടുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. ഒപ്പം മറ്റുള്ള കർഷകരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രധാനമന്ത്രിയുടെ ഫസൽ ബീമാ യോജന, കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, അതായത് കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്ന പദ്ധതി. ഇത് 2016 ആരംഭിച്ചത്. നിർഭാഗ്യകരമായ സംഭവങ്ങൾ കാരണം, അത് പലവിധ കാരണങ്ങൾ മൂലം കർഷകർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾക്കെതിരെ ഒരു പരിരക്ഷ നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതി. നമ്മളൊരു വണ്ടി വാങ്ങി നമ്മൾ വണ്ടി ഇൻഷുറൻസ് ചെയ്യാണ്ട്, നമ്മളൊരു വീട് വെക്കുമ്പോൾ ആ വീട് ഇൻഷുറൻസ് ചെയ്യാണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇൻഷുർ ചെയ്യാറുണ്ട്. നമുക്ക് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള പോളിസികൾ നമ്മൾ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ കർഷകർ അവരുടെ ജീവിതമാർഗമായ വിളകൾക്ക് ഒരു ഇൻഷുറൻസ്, ഒരു നിശ്ചിത തുക അടച്ച് ഒരു ഇൻഷുറൻസ് പ്രീമിയം അടച്ച് എടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ, വിളവെടുപ്പിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, പ്രാദേശികവൽക്കരിച്ച അപകട സാധ്യതകൾ, കാലാനുസൃതമായ മഴ, കീടങ്ങൾ, വിളയിലുണ്ടാകുന്ന രോഗങ്ങൾ, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകുന്ന വിളനാശം എന്താണോ അതിന് നമുക്കൊരു തുക ലഭിക്കാനായിട്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇൻഷുറൻസ് ചെയ്യുക നമ്മുടെ കൃഷി. ഒരു രാഷ്ട്രം ഒരു വിള ഒരു പ്രീമിയം എന്ന മുദ്രാവാക്യത്തിന് കീഴിലാണ് ഈ ഒരു പദ്ധതി പ്രവർത്തിക്കുന്നത്. എല്ലാ കർഷകരും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ നിങ്ങൾ എല്ലാവരും അംഗമാണ്. നമുക്ക് ഇപ്പോൾ ഓരോ സീസണിലും വരുന്ന ബുദ്ധിമുട്ട് കാരണം നമ്മുടെയൊക്കെ ഉപജീവന മാർഗമാണല്ലോ കൃഷി എന്ന് പറയുന്നത്. അത് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. കാലാവസ്ഥ അധിഷ്ഠിതമായ വിള ഇൻഷുറൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ വിളകളായ നെല്ലും പച്ചക്കറി, പടവലം, പാവല്, പയറ്, കുമ്പളം, അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും, ഖാരിഫ് വിളകളും റാബി വിളകളും എല്ലാത്തിനും നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഇതൊന്ന് ഉപയോഗപ്പെടുത്തുക. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 30. കുറച്ച് ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്ത് ഈ ഒരു വിളകളെക്കുറിച്ചൊന്ന്, ഈ ഒരു പദ്ധതിയെക്കുറിച്ചൊന്ന് അറിയിക്കുക. ഇനി നമുക്കിത് ലഭിക്കാനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഓരോ വിളയുടെയും കാലാവസ്ഥ അപകട സാധ്യതയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ തത്സമയ കാലാവസ്ഥ ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കുക. എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ 72 മണിക്കൂറിനുള്ളിൽ നമുക്ക് കൃഷിഭവനെ അല്ലെങ്കിൽ ഇൻഷുറൻസ് ചെയ്ത കമ്പനിയെ അറിയിക്കണം. നെല്ലിന് പ്രീമിയം വിശദാംശം എന്ന് പറയുമ്പോൾ നെല്ലിന് 1200 ഹെക്ടർ 4.8 രൂപയാണ് പെർ സെന്റിന്. ഈ ഇൻഷുറൻസ് തുക എന്ന് പറയുമ്പോൾ 80,000 പെർ ഹെക്ടറിന് കിട്ടും. അതുപോലെ പച്ചക്കറി വിളകൾ, പടല, പാവലം, കുമ്പളം, മത്തൻ, അങ്ങനെയല്ലേ, അങ്ങനെ പച്ചക്കറികൾക്കൊക്കെ 8 രൂപ പെർ സെന്റിന് 2000 രൂപയാണ് ഹെക്ടറിന് അടയ്ക്കേണ്ടത്. പെർ ഹെക്ടറിന് ഇൻഷുറൻസ് തുക നമുക്ക് 40,000 രൂപയോളം പെർ ഹെക്ടറിന് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും നിങ്ങൾക്കുള്ള വിളകൾ എന്താണോ അതനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഇത് ഇൻഷുർ ചെയ്യുക. ഒരു കുഞ്ഞു തുകയാണെങ്കിൽ പോലും അത് അടച്ച് ഇൻഷുറൻസ് ചെയ്യുക. pmfby.government.in എന്ന പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാനായിട്ട് കഴിയും. ഇവിടെ നിങ്ങൾക്ക് മലയാളം സെലക്ട് ചെയ്യാൻ കഴിയും. മലയാളം സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങളുടെ പ്രീമിയം തുക എത്രയാണ് അടയ്ക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ സൈറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സൈറ്റ് നോക്കി നിങ്ങൾക്ക് എത്ര അടയ്ക്കേണ്ടി വരുമെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പോകാം. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് ഈ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ടും രജിസ്റ്റർ ചെയ്യാം. ഇതിനകത്തിപ്പം അപേക്ഷിക്കാണ്ട് അത് ഫാർമർ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത്, നിങ്ങളൊരു കർഷകനാണെങ്കിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ
ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ നിങ്ങൾ വേണ്ടവർ ഇങ്ങനെ കയറി ഒന്ന് നോക്കുക, ലോഗിൻ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അക്ഷയ സെൻറ്ററോ CSC സെൻറ്ററിലോ പോയിട്ട് എന്തായാലും ഈ ഒരു പദ്ധതിയിൽ ഇൻഷുറൻസ് ചെയ്യുക. പൈസ പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇപ്പം വണ്ടികൾക്കും വീടിനൊക്കെ നിങ്ങൾ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ടോ? അല്ലോ, അതുപോലെ ഒരു തുക നമ്മൾ നമ്മുടെ വിളകൾക്കും വേണ്ടി ഇൻഷുറൻസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു നാശനഷ്ടം വന്നാൽ നിങ്ങൾക്കത് അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇനി നമുക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ട രേഖകൾ എന്ന് പറയുന്നത് ആധാർ കാർഡ് വേണം, പിന്നെ നിങ്ങളുടെ നികുതി അടച്ച റെസിപ്റ്റ് വേണം. ഇപ്പോൾ പാട്ടത്തിനൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളുണ്ടാവും, അപ്പോൾ അവരുടെ പാട്ടക്കരാറുണ്ടെങ്കിൽ അത് വേണം. പിന്നെ ബാങ്ക് പാസ്ബുക്ക്, മൊബൈൽ നമ്പർ, ഈ വക കാര്യങ്ങളാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ട ആവശ്യമായ രേഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവസാന തീയതി മറക്കേണ്ട, സെപ്റ്റംബർ 30 ഇതുവരെ തന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക, കർഷകരായിട്ടുള്ള എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. അപ്പോൾ മറ്റൊരു അറിയിപ്പുമായിട്ട് വീണ്ടും വരാം. ഇതുപോലുള്ള അറിയിപ്പുകൾ, അവയുടെ ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു അറിയിപ്പുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്. ഒരു ചെറിയ അറിയിപ്പ് കൂടിയുണ്ട്. ഈ ഒരു ചാനലിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ അറിയിപ്പുകളും അവയുടെ ട്യൂട്ടോറിയൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞങ്ങളുടെ കുട്ടിക്കുറുമ്പുകൾക്ക് ഒരു ആഗ്രഹം, അവർക്ക് ഇങ്ങനെ യൂട്യൂബിലെ ഷോർട്ട് വീഡിയോസ് കാണുമ്പോൾ അവരുടെ വീഡിയോസും ഇതുപോലെ ഇടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്ന് JB ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ചാനൽ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് അവർക്ക് വേണ്ടി ഇടുന്നത്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കാം. ഒന്ന് ആ ചാനലിൽ കയറി ആ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനലിനെ വിജയിപ്പിച്ച പോലെ ആ ഒരു ചാനലിനെ നിങ്ങളെല്ലാവരും വിജയിപ്പിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക്.